ഹായ് ഫ്രണ്ട്സ്, ഇതിന് വന്നിട്ടുള്ളത് എങ്ങനെയാണ് ഒരു ലൈനിങ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് കാണിക്കുന്നതായിട്ടാണ്. അപ്പോൾ അതിനായിട്ട് നമ്മളിത് ഈ പീസിൽ നമ്മുടെ ലൈനിങ് ഒക്കെ ഇരുത്തി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത നെക്കാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ടോപ്പിൽ ഇത് നെക്കിൻ്റെ സെൻറ്ററും നമ്മൾ സ്റ്റിച്ച് ഒന്ന് കട്ട് ചെയ്ത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത നെക്കിലും ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുകയാണ്. ഇതുപോലെ നമ്മുടെ ടോപ്പിൻ്റെയും നെക്കിൻ്റെയും സെൻറ്ററും ഇതുപോലെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ട് ഈ സെൻറ്ററിലൂടെ ഒരു 1-2 ബീഡ്സൊക്കെ ഇതുപോലെ കുത്തി വയ്ക്കുന്നത് നല്ലതാണ്. നെക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞു പോവില്ല. എന്നിട്ട് ഈ സെൻറ്ററിലൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ സെൻറ്ററിലൂടെ സ്റ്റിച്ച് ഇടുന്നതും നമ്മുടെ നെക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിയാതിരിക്കാനാണ് നമ്മൾ ഈ സെൻറ്ററിൽ സ്റ്റിച്ച് കൊടുക്കുന്നത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവർ എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വീഡിയോ ചെയ്യാനൊക്കെ ഉള്ളൊരു ഇൻട്രസ്റ്റും താല്പര്യമുള്ളത്. അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പ്ലീസ്. അപ്പോൾ നമ്മളിവിടെ നെക്കൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നെക്ക് കട്ട് ചെയ്ത് റെഡിയാക്കി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്യുന്നത് നമ്മുടെ നെക്കിൻ്റെ റൗണ്ട് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ കത്രിക കൊണ്ട് ചെറുതായി കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെയാണ് നെക്ക്. നമ്മളിപ്പോൾ ഫ്രണ്ടാണ് നെക്ക് ഇരുത്തിയിരിക്കുന്നത്. ബാക്ക് നെക്കും റൗണ്ട് ആയതുകൊണ്ട് ഇതുപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അത് ഞാൻ വീഡിയോയിൽ കാണിച്ചില്ല. വെറുതെ സമയം നിങ്ങളുടെ വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഫ്രണ്ട് നെക്ക് എങ്ങനെയാണോ വെച്ചത് അതുപോലെ തന്നെ ബാക്കിനൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അടുത്ത് ഷോൾഡർ കൂട്ടാണ് ചെയ്യുന്നത്. ഷോൾഡർ ഇതുപോലെയാണ് ഷോൾഡർ ചേർത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് വീഡിയോ വളരെ ഈസി ആയിട്ടുള്ളൊരു കട്ടിംഗ് ആണ്. നമ്മളിപ്പോൾ അളവ് എടുത്തിട്ട് ചെയ്യുന്നതൊന്നുമല്ല, ടോപ്പ് തന്നെ വെച്ചിട്ടുള്ളൊരു കട്ടിംഗ് വീഡിയോ ആണ്. അപ്പോൾ സ്റ്റിച്ചിങ്ങിനെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ലാത്തവർക്കും അത് കണ്ടാൽ എളുപ്പത്തിൽ മനസ്സിലാവും. അപ്പോൾ ഈ സ്റ്റിച്ചിങ് വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾ ആ കട്ടിംഗ് വീഡിയോ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് കട്ടിംഗ് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇവിടെ ഷോൾഡർ കൂട്ടി കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത് നമ്മൾ ഈ സൈഡ് ചേർത്താൻ പോണ്. അപ്പോൾ അതിൻ്റെ മുമ്പ് ചെസ്റ്റ് അളവാണ് നോക്കുന്നത്. ഓൾറെഡി നമ്മൾ കട്ട് ചെയ്യുമ്പോൾ വൺ സൈഡ് ഇതുപോലെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ മാർക്കുന്നത് ഇങ്ങോട്ട് തന്നെ വേറെ സൈഡിലേക്കും ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഹിപ്പ് ഷേപ്പ് ചെസ്റ്റൊക്കെ നമ്മൾ കട്ടിങ്ങിൽ വന്ന ആ മാർക്ക് നോക്കിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തെടുക്കുക. മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇപ്പോൾ സൈഡൊക്കെ ഒരു ടോപ്പിൻ്റെ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്ത ഭാഗത്തു നിന്നായിരിക്കും ഫസ്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. പിന്നെ ഈ ഒരു അടുത്ത സൈഡ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ അടിവശത്താണ് നമുക്ക് സ്റ്റിച്ചിങ് വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഫസ്റ്റ് മേലൊന്ന് മാർക്ക് ചെയ്തിട്ട് ആ മാർക്ക് ഇതുപോലെ അടിയിലേക്കൊന്ന് ആക്കി വെച്ചിട്ട്, അതായത് അടിയിലേക്കും പകർത്തിയിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഷേപ്പ് ചെയ്തിട്ട് ഇതിലൂടെ സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് എങ്ങനെയാണ് സൈഡ് ചേർത്ത് എന്നുള്ളത് നോക്കാം. ഇതുപോലെ ചെസ്റ്റിൻ്റെ അവിടെ നിന്ന് സ്റ്റിച്ച് കെട്ടിട്ടിട്ട് വേണം എടുക്കണമെങ്കിൽ. പിന്നെ ഇതുപോലെ ഷേപ്പിൻ്റെ അവിടെ എത്തുമ്പോൾ സൂചി കുത്തി നിർത്താതെ നമ്മൾ ആ മാർക്ക് ചെയ്ത് അതിലൂടെ അതുപോലെ ഒന്ന് വളച്ച് തന്നെ ഷേപ്പിൻ്റെ അവിടെ എടുക്കണം. സൂചി കുത്തി നിർത്തരുത്. സൂചി കുത്തി നിർത്തിയിട്ടൊക്കെയാണ് നമ്മൾ ഷേപ്പ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ടോപ്പിൻ്റെ സൈഡിൽ ചുളിവ് വരും. അപ്പോൾ ചുളിവ് വരാതിരിക്കാൻ നമ്മൾ വരയ്ക്കുന്ന ആ ഷേപ്പിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് വളച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ കൂടുതലൊന്നും തയ്യൽ തുമ്പ് വേണ്ട. നമുക്കൊരു തയ്യൽ തുമ്പ് ഒരു 1.5 ഇഞ്ച് മതിയാവും. കൂടുതൽ തയ്യൽ തുമ്പുണ്ടെങ്കിൽ സൈഡിൽ കൂടുതൽ ചുളിവ് വരാൻ ചാൻസ് ഉണ്ട്. ഇത് ഇതുപോലെ ഹിപ്പിൻ്റെ അവിടെ എത്തുമ്പോൾ ഇതുപോലെ ഒന്ന് കെട്ടിട്ടിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തത് എടുക്കാനായിട്ട്. അടുത്തൊരു 1/4 ഇഞ്ചിൻ്റെ ഒരു അകലത്തിൽ ഒരു സ്റ്റിച്ച് കൂടി ഇട്ട് കൊടുക്കണം. 1-2 വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ആ സ്റ്റിച്ച് നമ്മൾ ഇടുന്നത് നമ്മുടെ ടോപ്പ് ലൂസ് കൂട്ടണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഈ 1/4 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് അകലത്തിൽ ഇടുന്നത്. ഇതുപോലെ ഷേപ്പിൻ്റെ അവിടെ ഇതുപോലെ വളച്ച് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ 2 സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് ബാക്ക് നെക്ക് ഒന്ന് പതിച്ചടിക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ബാക്ക് നെക്ക് ഫ്രണ്ട് മാത്രം പതിച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൂ. ബാക്ക്
പതിച്ച് സ്റ്റിച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൂടെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ്. അടുത്ത സ്ലിറ്റാണ്. സ്ലിറ്റും ഇതുപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ വളരെ ചുരുക്കിയിട്ടാണ് വീഡിയോയിൽ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 1/2 ഇഞ്ച് നമ്മൾ ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്യുക. പുറത്തും ഇതുപോലെ കാണുന്ന പോലെ ഒരു 1/2 ഇഞ്ച് ഫോൾഡിങ്ങിലും ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെയാണ്. സ്ലിറ്റ് തയ്ക്കാൻ അറിയാത്തവർക്കുണ്ടെങ്കിൽ ഇതൊന്ന് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താൽ മതി. അതുപോലെ നമ്മൾ സ്ലിറ്റ് ഇതുപോലെ കട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് സ്ട്രൈറ്റായിട്ട് കൂടുതൽ ചെരിവില്ലാതെ സ്ട്രൈറ്റായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ സ്ലിറ്റ് നമുക്ക് ഫിനിഷിംഗ് ആയിട്ട് തയ്ച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഹിപ്പിൻ്റെ ഭാഗത്തൊക്കെ ഇതുപോലെ ഈ ഒരു ഹിപ്പിൻ്റെ മേൽഭാഗത്ത് ഒരു സ്ക്വയർ പോലെ വരണം. അപ്പോൾ ഞാൻ ഈ സൂചി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് സ്ലിറ്റ് തയ്ക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ അതുപോലെ തന്നെ ചെയ്യണം, എങ്കിലേ നമ്മുടെ സ്ലിറ്റ് കറക്റ്റ് ഫിനിഷിംഗ് ആയിട്ട് കിട്ടത്തുള്ളൂ. സ്ലിറ്റ് നമ്മൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തു. ഇനി അടുത്ത സ്ലിറ്റ് ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് നല്ല വശത്തിൽ നമ്മുടെ ടോപ്പ് നല്ല വശത്തിലേക്ക് ആക്കിയിട്ട് സ്ലിറ്റ് തയ്ച്ചതിൻ്റെ എൻഡിലൂടെ അതായത് ചെരിഞ്ഞും വളഞ്ഞും തെന്നിപ്പോവാതെ കറക്റ്റായിട്ട് ആ സ്ലിറ്റിൻ്റെ എൻഡിലൂടെ തന്നെ ഒരു സ്റ്റിച്ച് കൂടെ ഇട്ട് കൊടുക്കുക. അടുത്ത് 1 സൈഡുള്ള സ്ലിറ്റാണ് ഞാനിവിടെ തയ്ച്ച് കാണിക്കുന്നത്. അടുത്ത സൈഡും ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. സ്ലിറ്റ് 2 സൈഡും ഇതുപോലെ തന്നെ നമ്മൾ ചെയ്തെടുക്കുക. അപ്പോൾ സ്ലിറ്റും തയ്ച്ച് കഴിഞ്ഞു. ഇനി അടുത്ത് സ്ലീവാണ് വെക്കാൻ പോകുന്നത്. അടുത്ത സ്ലീവാണ്. സ്ലീവ് ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ സ്ലീവിൽ കുഴിച്ചു വെട്ടുന്ന ഭാഗം ഉണ്ടാകും. ആ കുഴിച്ചു വെട്ടുന്ന ഭാഗം ഫ്രണ്ടിലോട്ട് വരുന്ന പോലെ തന്നെ നമ്മൾ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ഒന്ന് മാർക്ക് ചെയ്ത ശേഷം സ്ലീവിൻ്റെ എൻഡ് ഇതുപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. സ്റ്റിച്ചിങ്ങിനെ കുറിച്ച് ഒന്നും അറിയാതെ ഫസ്റ്റാണ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ കൊടുത്ത കട്ടിങ് നോക്കി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവുന്നതാണ്. സ്ലീവ് ഇതുപോലെ സ്ലീവിൻ്റെ എൻഡ് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുകയാണ്. അടുത്ത് ഇതുപോലെ ഒരു സ്റ്റിച്ച് കൂടെ ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഇതുപോലെ സ്ലീവിൻ്റെ എൻഡിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിവിടെ ലൈനിങ്ങും പതിച്ച് സ്റ്റിച്ച് ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ സ്ലീവും ലൈനിങ്ങും കറക്റ്റായിട്ട് പതിഞ്ഞ് തന്നെ ഇരിക്കും. ഇതിങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് തന്നെ ലൈനിങ്ങും നമ്മുടെ സ്ലീവും ഒരേ അളവിൽ കറക്റ്റായിട്ട് കിട്ടും ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ. എന്നിട്ട് നമുക്ക് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു ലൈനിങ് വെച്ച് അതായത് കട്ട് ചെയ്തെടുത്തതിൽ കൂടുതലൊന്നും നമ്മൾ തയ്യൽ തുമ്പി എക്സ്ട്രാ വിട്ടിട്ടില്ല. ഒരു ചെറുതായിട്ടൊരു 1/4 ഇഞ്ചൊക്കെ വിട്ടിട്ടുള്ളൂ. അതുകൊണ്ട് ഇതിൽ കൂടുതൽ കട്ട് ചെയ്ത് കളയാനായിട്ടില്ല. നിങ്ങളിതുപോലെ ലൈനിങ് വെച്ച് സ്ലീവൊക്കെ കട്ട് ചെയ്യണമെങ്കിൽ ഒരു 1/2 ഇഞ്ചൊക്കെ ഗ്യാപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. പിന്നെ നമ്മളിതുപോലെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ലൈനിങ് പീസിൽ തട്ടാതെ വേണം നമ്മൾ ചുറ്റുമുള്ള പീസ് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അടുത്ത സ്ലീവ് ഇതുപോലെ അളവ് ടോപ്പ് വെച്ചിട്ട് തന്നെയാണ് സ്ലീവിൻ്റെ എൻഡും ആം ഹോളൊക്കെ ഇതുപോലെ തന്നെയാണ് അളവെടുത്തിട്ടാണ്
ഇതുപോലെ അളവെടുത്ത് 2 സ്ലീവും നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത സ്ലീവ് ഇതേപോലെ ജോയിൻ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്ലീവ് ഇതിലിപ്പോൾ ഞാൻ അതായത് ബോഡി ചേർത്തി സ്ലീവും ചേർത്തിയിട്ടാണ് നമ്മളിവിടെ സ്ലീവ് ജോയിൻ്റ് ചെയ്യുന്നത്. എൻ്റെ കസ്റ്റമർക്ക് ഇതുപോലെ ചെയ്യുമ്പോഴാണ് അവർക്ക് കറക്റ്റായിട്ട് ആ കൈക്കുഴിൻ്റെ ഭാഗമൊക്കെ കറക്റ്റായിട്ട് ഫിറ്റായിട്ട് നിൽക്കുന്നതുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബോഡി നമ്മൾ അളവെടുത്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം സ്ലീവും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ സ്ലീവ് വെച്ച് കൊടുക്കുന്നത്. അല്ലാതെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിലും വെക്കാം. പക്ഷേ എൻ്റെ കസ്റ്റമർക്ക് ഇങ്ങനെയാണ് വെക്കുന്നതിൽ അവർക്കത് കറക്റ്റായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ ഒരു സ്റ്റിച്ച് നമ്മൾ സ്ലീവ് വയ്ക്കുമ്പോൾ കറക്റ്റ് 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് എടുക്കുക. എന്നിട്ട് കറക്റ്റായിട്ട് റൗണ്ടിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതിലിപ്പോൾ ഞാൻ ഓൾറെഡി ഒരു സ്റ്റിച്ച് കൂടെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത 2 സ്ലീവും ഇതുപോലെ തന്നെയാണ് വെക്കുന്നത്. പിന്നെ നമ്മുടെ ടോപ്പിൽ ഇനി താഴ്ഭാഗം കൂടി ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൂടെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഈ ടോപ്പിൽ പണി എന്ന് പറയുന്നത് നെക്ക് ഹെമ്മിങ് ചെയ്യലും മാത്രമേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് എനിക്ക് കാണിക്കാൻ പറ്റില്ല. അപ്പോഴേക്കും എൻ്റെ കസ്റ്റമർ വന്നിട്ട് ഇത് കൈയോടെ പൊക്കിയിട്ട് പോയി. ലാസ്റ്റ് സീൻ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഓക്കെ, ബൈ.